നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പൂച്ചകളെ വീട്ടിനകത്ത് വളർത്തി പരിശീലിപ്പിച്ചാൽ എല്ലാ പൂച്ചകളും ഒരുപോലെ പെരുമാറുമെന്നാവും. ഞങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചകളൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ളവയും ആയിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ 4 പൂച്ചക്കുട്ടികളും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരുന്നു. പൂച്ചകളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അവയെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും മൃഗസ്നേഹികളായ ചില ഗവേഷകർ നടത്തിയ വർഗീകരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയത്. ഓരോ വർഗത്തിൽപ്പെട്ട പൂച്ചകൾക്കും ചില സ്വഭാവങ്ങൾ മുന്നിട്ട് നിൽക്കുമെങ്കിലും ലോകത്തിലെ എല്ലാ പൂച്ചകളും മുൻപ് പറഞ്ഞ വർഗീകരണത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവയായിരിക്കും. ആദ്യത്തേത് മനുഷ്യനോടടുപ്പമുള്ള പൂച്ചകൾ. ഞങ്ങൾ മുൻപ് വളർത്തിയിട്ടുള്ള പൂച്ചകൾ ഇത്തരത്തിലുള്ളവയായിരുന്നു. വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ലതും ഹ്യൂമൻ ക്യാറ്റ് തന്നെ. നമ്മളുടെ മടിയിലിരിക്കുകയും നമ്മളുടെ കൂടെ കിടക്കുകയും നമ്മളെ സ്നേഹിക്കുവാൻ വളരെ ഇഷ്ടമാണ് ഇവയ്ക്ക്. കുറച്ചു നേരം നമ്മളെ കാണാതിരുന്നാൽ ഇവയ്ക്ക് ഉത്കണ്ഠ ഉണ്ടാവുമത്രേ. ഞങ്ങളുടെ ഈ 4 പൂച്ചകൾക്ക് കുറേ മുമ്പ് ബ്രൗണി എന്നൊരു കണ്ടംപൂച്ച ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടതായിരുന്നു അതിനെ. ഒരു മഴയുള്ള രാത്രിയിൽ വീടിൻ്റെ മുറ്റത്ത് ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ കണ്ടത് മഴയിൽ തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരു ഓമന പൂച്ചക്കുഞ്ഞിനെ ആയിരുന്നു. അതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായ നിറത്തിൽ. അതിനെ നനഞ്ഞ തുണി കൊണ്ടും പിന്നെ ഉണങ്ങിയ തുണി കൊണ്ടും തുടച്ച് ചെറു ചൂടുള്ള പാൽ കൊടുത്തു. അതിന് ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു. അതിനാൽ അതിനെ ഞങ്ങൾ ബ്രൗണി എന്ന് പേരിട്ടു. അവൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൂടെ കിടക്കുവാനും നമ്മളുടെ മടിയിലിരിക്കാനും നമ്മളുടെ കൂടെ കളിക്കുവാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള പൂച്ചയായിരുന്നു. അവൻ വലുതായപ്പോൾ വീടിന് പുറത്തേക്കൊക്കെ പോകുമായിരുന്നു. 2 വയസ്സുള്ളപ്പോൾ പുറത്തു പോയ അവൻ തിരികെ വന്നില്ല. പിന്നെ അവൻ കയറി വന്നു 1.5 വർഷങ്ങൾക്ക് ശേഷം. ഒരു സന്ധ്യാസമയത്ത് കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു പെരുമഴക്കാലത്ത് ഒരു വ്യത്യസ്ത പൂച്ചയായി അവൻ്റെ രൂപത്തിലും പെരുമാറ്റത്തിലും തന്നെ മാറ്റമുണ്ടായിരുന്നു. എപ്പോഴും അലേർട്ടായി ദേഷ്യമുള്ളൊരു പൂച്ചയായി പിന്നെ അവൻ മാറി. ഈ സ്ഥലം അടക്കി വാണിരുന്ന ഒരു കണ്ടംപൂച്ചയെ തുരത്തി ഓടിച്ചാണ് അവൻ തിരികെ വന്നത്. ഈ ദേശത്തുള്ള ചക്കിപ്പൂച്ചകളുടെ പേടി സ്വപ്നമായും അവൻ മാറി. പിന്നെ അവനെ തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. മടങ്ങിയെത്തി 6 മാസത്തിനകം അവൻ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു. രണ്ടാമത്തെ, തൊട്ടാൽ പ്രകോപിതരാകുന്ന പൂച്ചകൾ. അവയ്ക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ല. അടുത്തിരിക്കും, ഉടമസ്ഥരെ ഇഷ്ടമായിരിക്കും, കൂടെ നടക്കും, കണ്ടില്ലെങ്കിൽ കരയും. പക്ഷേ തൊടുന്നതോ എടുക്കുന്നതോ അത്ര ഇഷ്ടമല്ല. ഞങ്ങളുടെ സ്വർണ്ണപ്പൂച്ച ഏതാണ്ട് അതുപോലെയാണ്. ഞങ്ങൾ മാത്രം തൊടുന്നത് കുറച്ചൊക്കെ അവനിഷ്ടമാണ്. മറ്റാരുടെയും അടുത്ത് പോലും പോകില്ല. മൂന്നാമത്തേത് ഹണ്ടർ ക്യാറ്റ്, വേട്ടക്കാരൻ പൂച്ച. വേട്ടക്കാരൻ പൂച്ച എല്ലായ്പ്പോഴും ഏതാണ്ടൊരു കാട്ടുപൂച്ചയെ പോലെ പെരുമാറുന്നു. എപ്പോഴും ചുറ്റുപാടുകളെ ശ്രദ്ധിക്കും. ഭക്ഷണത്തിനു വേണ്ടി ചെറുജീവികളെയും മറ്റും പിടിക്കും. ഒരു പക്ഷേ മനുഷ്യരായിട്ടുള്ള യജമാന്മാരാണ് അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്ന് മനസ്സിലാകാത്ത പോലെയാണ് അവയുടെ പെരുമാറ്റം. ഞങ്ങളുടെ ചിക്കുപൂച്ച ഒരു വേട്ടക്കാരിയാണ്. ചക്കിപ്പൂച്ചകൾക്ക് പൊതുവെ വേട്ടയാടാനുള്ള പ്രവണത കൂടുതലാണ്. അവയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കി ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതുണ്ടല്ലോ. മീനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ അത് കടിച്ചെടുത്തുകൊണ്ട് പോകും. എന്നാൽ മറ്റു 3 പൂച്ചകളും തിരിഞ്ഞു പോലും നോക്കില്ല. ചിക്കു അടുത്തൊക്കെ വന്നിരിക്കുമെങ്കിലും അവൾ എപ്പോഴും അലേർട്ടാണ്. അവളെ ഓമനിക്കുന്നതൊന്നും അവൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നാലാമത്തേത്, പൂച്ചകളുമായി കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന പൂച്ച. അവയ്ക്ക് യജമാനന്മാരെ ഇഷ്ടമൊക്കെയാണെങ്കിലും
കൂട്ടുകൂടാൻ പൂച്ചകളെ തന്നെയാണ് ഇഷ്ടം. ലിസിഡു അത്തരമൊരു പൂച്ചയാണ്. രാവിലെ അവരുടെ മുറിയിൽ നിന്നും വെളിയിൽ വന്നാൽ ഏതാണ്ട് 10 മണിയൊക്കെ ആവുമ്പോൾ വീണ്ടും അകത്ത് കയറാൻ അവൻ കരയും. അവർ പുറത്തു പോയിട്ട് 4-ൽ ഒരാൾ തിരിച്ചു വന്നില്ലെങ്കിൽ അവൻ ഭയങ്കര കരച്ചിലാണ്. മറ്റു 3 പൂച്ചകളോടും അവന് ഭയങ്കര സ്നേഹവും കരുതലുമാണ്. ലിസിഡുവിനെ പരീക്ഷിക്കാനായി സ്വർണിയുടെ ദേഹത്തേക്ക് ഞങ്ങൾ ഒരു പാവക്കുട്ടിയെ വലിച്ചെറിഞ്ഞു. അത് കണ്ട് ദേഷ്യപ്പെട്ട ലിസിഡു പാവക്കുട്ടിയുടെ അടുത്ത് ചെന്ന് അതിനെ കടിച്ചു കുടഞ്ഞ് പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് കണ്ടതിന് ശേഷമാണ് പിൻവാങ്ങിയത്. അവൻ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കും. പക്ഷേ അവനെ സ്നേഹിക്കുന്നതോ തൊടുന്നതോ അവനിഷ്ടമല്ല, ഓടിപ്പോകും. രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ അവൻ മുറിയുടെ വാതിക്കൽ വന്നിരുന്ന് കരയും, അകത്ത് കയറാൻ. 5-ാമത്തേത് ജിജ്ഞാസുവായ പൂച്ച. എപ്പോഴും ജിജ്ഞാസയോടെ എല്ലാം നോക്കി കാണുകയും കണ്ണ് തെറ്റിയാൽ സാധനങ്ങൾ മറിച്ചിട്ട് തട്ടി നോക്കുകയും ചെയ്യും. കളിപ്പാട്ടങ്ങളും ബോക്സുകളും ബാഗുകളും ഒക്കെ ഇവർക്കിഷ്ടമുള്ള വസ്തുക്കളാണ്. ഞങ്ങളുടെ ലിസ എന്ന പൂച്ച ഇതുപോലെ എപ്പോഴും ഒറ്റയ്ക്ക് നടന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും എല്ലാ പൂച്ചകൾക്കും തൊടുന്നതും എടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണെന്ന്. എന്നാൽ പൂച്ചകൾക്ക് അവയുടേതായ വ്യക്തിത്വമുണ്ട്. അക്കാര്യം മനസ്സിലാക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഈ ചെറിയ ജീവികളുടെ ജീവിതം കൂടുതൽ അനായാസമാക്കാൻ നമുക്ക് സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ പൂച്ച ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്?